Hello, this is Sonu Ben with my little Benny. She is my plum patty. ഇന്ന് ചിരിക്കുന്നില്ല ബെനി ബേബി. ഇന്ന് ബെനി ബേബിക്ക് സന്തോഷമില്ല. Hello, this is Sonu Ben with my little Benny. She is my plum patty. പോ, ഇറങ്ങിപ്പോ. അങ്ങനെ നമ്മൾ നമ്മുടെ ലോ ഗ്ലിസമിക് ഡയറ്റിൻ്റെ ഒരാഴ്ച കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയൊന്ന് മാറ്റി പിടിച്ചാലോ, ഇനി ഇതിങ്ങനെ ബോറടിക്കും, പക്ഷേ എന്നാലും ഒരു ക്രാഷ് ഡയറ്റിലേക്ക് പോയാലോ, വിചാരിച്ചത്ര റിസൾട്ട് കിട്ടിയില്ലെങ്കിലോ എന്നൊരു ഭയം. നമ്മൾ വെയിറ്റ് കുറയ്ക്കാനല്ല ഡയറ്റ് നോക്കുന്നത്, ഹെൽത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞാലും ഉള്ളിൽ വെയിറ്റ് കുറയണം എന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം അല്ലേ. അപ്പം ഞാനാണെങ്കിൽ ഇപ്പോൾ ഒരു 600 ഗ്രാം 1 വീക്ക് കൊണ്ട് കുറഞ്ഞിട്ടുണ്ട്. വെയിറ്റ് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത് ഞാൻ അത്ര പ്രോത്സാഹിപ്പിക്കുന്നില്ല, എന്നാലും കാരണം വെയിറ്റ് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത് നമ്മളെ ഭയങ്കരമായിട്ട് ഡീമോട്ടിവേറ്റ് ചെയ്യും. എന്നാലും വെയിറ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് തന്നെ നമുക്ക് തുടങ്ങാം. നോക്കാം. ഞാനിതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നതല്ല, പക്ഷേ നമ്മൾ വേറൊരു ടൈപ്പ് ഡയറ്റിലേക്ക് കടക്കുന്നത് കൊണ്ടാണ് ഞാൻ നോക്കാമെന്ന് വിചാരിക്കുന്നത്. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വെയിറ്റ് നോക്കുന്നത് നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യും. എന്നാലും നമുക്കൊന്ന് നോക്കിയേക്കാം. $77.3 ആണ് എൻ്റെ വെയിറ്റ്. അങ്ങനെ നിങ്ങളെല്ലാവരും എൻ്റെ വെയിറ്റ് കണ്ടല്ലോ അല്ലേ. 77.3 ആണ് എൻ്റെ വെയിറ്റ്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ക്രാഷ് ഡയറ്റ് എനിക്ക് അത്യാവശ്യമായിട്ട് ചെയ്യണം, കാരണം കുറച്ച് വണ്ണം ഒന്ന് കുറയ്ക്കണം. പെട്ടെന്ന് കുറച്ചിട്ട് പിന്നെ ഒരു സ്ലോ ആയിട്ട് പോകുന്നൊരു ഡയറ്റ് ചെയ്യാം എന്നാണ് ഞാനിപ്പോൾ വിചാരിക്കുന്നത്. GM ഡയറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനറൽ മോട്ടോഴ്സ് എന്ന് പറയുന്ന ഒരു കമ്പനി അവരുടെ സ്റ്റാഫിൻ്റെ വെൽബീയിങ്ങിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു വെയിറ്റ് ലോസ് പ്രോഗ്രാമാണ്. അത് 7 ഡേ പ്രോഗ്രാമാണ്. അവർ ക്ലെയിം ചെയ്യുന്നത് 1 വീക്ക് കൊണ്ട് 7 kg വരെ കുറയ്ക്കാം എന്നാണ്. അത്രയൊന്നും നമ്മളെ കൊണ്ട് സാധിക്കും, എന്നെക്കൊണ്ട് സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഇതിന് മുന്നേ ഞാൻ GM ഡയറ്റ് ചെയ്തിട്ട് എനിക്ക് 2 kg ഒക്കെ കുറഞ്ഞിട്ടുണ്ട്. അത് ഓരോരുത്തരുടെയും ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും, ഓരോരുത്തരുടെയും ബോഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അങ്ങനെ വെയിറ്റ് കുറയുകയും കൂടുകയൊക്കെ ചെയ്യുന്നത്. ചിലർക്ക് മെറ്റബോളിസം ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും, ചിലർക്ക് മെറ്റബോളിസം ഭയങ്കര കുറവായിരിക്കും. അപ്പോൾ അതിനൊക്കെ അനുസരിച്ചിട്ടാണ് ഓരോരുത്തരുടെയും ബോഡിയിൽ ഇത് വർക്കാവുന്നത്. ഈ GM ഡയറ്റിൽ നോൺ വെജും വെജ് ഓപ്ഷനും ഉണ്ട്. ഞാൻ വെജ് ഓപ്ഷനാണ് എടുക്കുന്നത്. വെജ് ഓപ്ഷനിൽ ആദ്യത്തെ ദിവസം ഫ്രൂട്ട്സ്, രണ്ടാമത്തെ ദിവസം വെജിറ്റബിൾസ്. ഫസ്റ്റ് ഡേ ഫ്രൂട്ട്സ് കഴിക്കാമെങ്കിലും എക്സെപ്റ്റ് ബനാനയാണ്. 3rd ഡേയിൽ ഫ്രൂട്ട്സ് ആൻഡ് വെജീസ്, ആൻഡ് 4th ഡേ മിൽക്ക് ആൻഡ് ബനാന. അങ്ങനെ ഒരു ലിസ്റ്റ്. അപ്പോൾ ഓരോ ദിവസവും ഞാൻ അതെന്തൊക്കെയാണ് കഴിക്കുന്നതെന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അപ്ഡേറ്റ് ചെയ്യാം. ഞാൻ മുന്നേ പറഞ്ഞു മെറ്റാബോളിസത്തെക്കുറിച്ച്. അതുപോലെ തന്നെ എനിക്ക് ഞാൻ ആദ്യത്തെ ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ വീഡിയോയിൽ ബോഡി ടൈപ്പിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. ഓരോ ബോഡി ടൈപ്പിലും ഒരേ വെയിറ്റ്, അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ബോഡീസിൽ ഒരേ വെയിറ്റുള്ള ആളുകളെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾ ബൾക്കിയും ഒരാൾ ലീനായിട്ടും തോന്നും. അത് ഓരോരുത്തരുടെയും ജനറ്റിക്സിൻ്റെ കുഴപ്പമാണ്. ഈ റീസൺലി ഞാനൊരു പുള്ളിക്കാരി വെയിറ്റ് കുറച്ച്, പുള്ളിക്കാരുടെ വെയിറ്റ് ലോസ് മോട്ടിവേഷൻ കണ്ടപ്പോൾ അതിനകത്ത് പുള്ളിക്കാരിക്ക് 57 kg ഉള്ളൂ, പക്ഷെ പുള്ളിക്കാരനെ കണ്ടാൽ ഒരു 75 മതിക്കും. അപ്പം പക്ഷേ അതിൻ്റെ അടിയിൽ വന്ന കമൻറ്റ് മുഴുവൻ പുള്ളിക്കാരിനെ ഡിഗ്രേഡ് ചെയ്തുകൊണ്ട് പുള്ളിക്കാരി വീഡിയോ എടുക്കാൻ വേണ്ടി നുണ പറയുക, ചുമ്മാതാന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ ആ പുള്ളിക്കാരിനെ അനലൈസ് ചെയ്തപ്പോഴത്തേക്ക് പുള്ളിക്കാരിയുടെ കൈക്ക് എന്നെ പോലെ തന്നെ നല്ല വണ്ണമുണ്ട്, ബോഡിക്ക് വണ്ണം കുറവാണ്. പക്ഷേ ഈ കൈയുടെ വണ്ണം ഒരു ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ ഭയങ്കര ബൾക്കി ആയിട്ട്, അതായത് നിങ്ങളുടെ ഈ ടോപ്പ് പോർഷൻ ഭയങ്കര ബൾക്കി ആയിട്ട് ആളുകൾക്ക് തോന്നും. അപ്പം അങ്ങനെ വരാതിരിക്കാനായിട്ട് നമ്മൾ ഇടുന്ന ഡ്രസ്സിലൂടെ നമുക്ക് കുറച്ചൊക്കെ കവറപ്പ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇടുന്ന ഡ്രസ്സിനനുസരിച്ച് നമുക്ക് ചില ഡ്രസ്സിൽ നമുക്ക് കുറച്ച് ഒതുക്കം തോന്നും, ചില ഡ്രസ്സിൽ നമ്മൾ കുറച്ച് ബൾക്കി ആയിട്ട് തോന്നും. അപ്പോൾ നമ്മൾ ഡ്രസ്സ് ചൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ്
എന്താ പറയുക, നമ്മൾ സ്റ്റൈൽ ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് വിഷ്വലി ആളുകൾ നമ്മളെ കണ്ടിട്ട് നിൻ്റെ വെയിറ്റ് കുറഞ്ഞു അല്ലെങ്കിൽ നിൻ്റെ വെയിറ്റ് കൂടി എന്നൊക്കെ പറയുന്നത്. പിന്നെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ എന്നെ പോലത്തെ ആപ്പിൾ ബോഡി ടൈപ്പുകൾക്കുള്ള ഡ്രസ്സുകൾ ഒരു കടയിൽ പോയിട്ടുണ്ടെങ്കിൽ കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ വിഷയത്തിൽ നിന്ന് മാറിപ്പോവാണ്. പക്ഷെ ഞാനൊരു അവയർനെസ് എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഇതിൻ്റെ ഇടയിൽ കൂടെ മെൻഷൻ ചെയ്തതേ ഉള്ളൂ. നമുക്ക് എന്തായാലും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ മെനു ആണിത്. GM ഡയറ്റിൽ ഫസ്റ്റ് ഡേ ഫ്രൂട്ട് ഡേ ആണ്. അപ്പോൾ ഫ്രൂട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് സബർജിലും ഒരു ഗ്ലാസ് വാട്ടറുമാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും 2 ഫ്രൂട്ട് എടുക്കാം കേട്ടോ. ഇത് ഇച്ചിരി വലിയ സബർജിലായതുകൊണ്ടാണ് ഞാനിത് എടുത്തിരിക്കുന്നത്. എനിക്ക് അത്ര വിശക്കുന്നില്ല, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ 2 ഫ്രൂട്ട് എടുത്തേനെ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ജിമ്മിലേക്ക് പോകാനാണ് എൻ്റെ പ്ലാൻ. അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഇതാ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ബെനി ബേബി കൂടെ ഉണ്ട്. പറ. യോ വീണു. ഹലോ, ദിസ് ഈസ് സോനു ബെൻ വിത്ത് മൈ ലിറ്റിൽ ബെനി. അത് വേണ്ടല്ലേ? ആണോ? ഇപ്പോൾ ഇവിടെ സമയം ഏകദേശം 10 മണിയായിട്ടുണ്ട്. ഞാൻ ജിമ്മിൽ പോകാൻ പോവുകയാണ്. അപ്പോൾ പോകുന്നതിന് മുന്നേ ഞാൻ ഒരു ഓറഞ്ചും കൂടെ കഴിച്ചിട്ട് ഇവിടുന്ന് പോകാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ വിശക്കും. കാരണം നമ്മൾ ഇത്രയും ദിവസം ചെറുതായിട്ട് കാർബെല്ലാം കഴിക്കുന്നുണ്ടായിരുന്നല്ലോ. കാര്യം ലോ കാലറിയും ലോ ഗ്ലിസമിക്കൊക്കെ ആയിരുന്നെങ്കിലും ഇച്ചിരി നമ്മുടെ ടേസ്റ്റ് ബഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന പോലത്തെ ഫുഡൊക്കെ അല്ലേ നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നത്. പെട്ടെന്ന് നമ്മൾ ഫ്രൂട്ട്സിലേക്ക് സ്കിപ്പ് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പം വിശക്കാൻ തുടങ്ങുമ്പോൾ പോയിട്ട് ഓരോ ഫ്രൂട്ട്സ് അങ്ങെടുത്ത് കഴിച്ചോളാം. അപ്പം അതുകൊണ്ട് ഞാൻ ഓറഞ്ച് കഴിച്ചിട്ടാണ് ഇന്ന് ജിമ്മിലേക്ക് പോകുന്നത്.